ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 മലയാളം അവസാനിച്ചു. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. അനുമോൾ വിന്നർ ആയിട്ടും പുള്ളിക്കാരത്തി അതിന് ഡിസർവിംഗ് അല്ല എന്ന് പറഞ്ഞാണ് ബിന്നി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. PR-ന്റെ ബലം കൊണ്ട് മാത്രമാണ് അനുമോൾ വിജയിച്ചത് എന്നാണ് ബിന്നി അവകാശപ്പെടുന്നത്. അതിന്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട, പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻസൾട്ട് ചെയ്യും. അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതിന്റെ പ്രൂഫ് ഞാൻ ഈ ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അനുമോള് സ്വയം പറഞ്ഞതാണ് ബിഗ് ബോസിനകത്ത് തനിക്ക് PR ഉണ്ടെന്ന്. അത് ബിന്നിയോട് മാത്രമല്ല മറ്റ് മത്സരാർത്ഥികളോടും അനുമോൾ ഇത് പങ്കുവച്ചിട്ടുണ്ട്. പുറത്തു വന്നതിന് ശേഷവും അനുമോൾ അത് തന്നെയാണ് ആവർത്തിച്ചത്. എന്നിട്ടും എന്തിനാണ് അനുവിനെ വീണ്ടും കള്ളി കള്ളി എന്ന് വിളിച്ച് കുറ്റക്കാരിയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിന്നിയുടെ ആവശ്യം ഒരു പബ്ലിക് സ്റ്റണ്ട് മാത്രമാണിപ്പോൾ. ബിന്നിയുടെ ഇന്റർവ്യൂകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിൻ്റെ ഇതിൽ അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പിന്നെ PR-ന്റെ കാര്യം തന്നെ ആവട്ടെ, ബിന്നിക്കും PR ഉണ്ടോ അത് അവർ തന്നെ സമ്മതിച്ച കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ എൻട്രി ആവുന്ന സമയത്ത് ഈ ബിന്നിയെയും അനുമോളെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം ഏഷ്യാനെറ്റിലെ സീരിയൽ കാണുന്ന എല്ലാ അമ്മമാർക്കും ബിന്നിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അത് നശിപ്പിച്ചത് ഈ ബിന്നി തന്നെയാണ്. അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, ഒരു ഗ്രൂപ്പിലെ അംഗമാകുന്നു, പിന്നെ ഗ്രൂപ്പിസം കാണിക്കുന്നു, അവർക്ക് മാത്രം ഫേവർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ജനങ്ങൾ വോട്ട് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഇവരിപ്പോഴും വിശ്വസിക്കുന്നത് ഇവരായിരുന്നു വിന്നിങ് ഡിസേർവ് ചെയ്ത ആള്, അവർക്കായിരുന്നു കപ്പ് കിട്ടേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു കാര്യത്തെ വീണ്ടും അത് വളച്ചൊടിക്കുന്നത് ബിന്നി തന്നെയാണ്. സൈബർ ബുള്ളിങ് കൊണ്ടുവരാനുള്ള കാരണവും ബിന്നി തന്നെയാണ്. ബിഗ് ബോസിൻ്റെ എല്ലാ സീസണിലും ഇത് അവസാനിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അതിലെ മത്സരാർത്ഥികൾ തന്നെയാണ്. അവർക്ക് പോസിറ്റീവായി നെഗറ്റീവായിട്ട് കുറേ ആളുകൾ വരും, കുറേ PR ടീംസ് വരും, കുറച്ച് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ വരും, കുറച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വരും, പിന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാരെ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ വരും. ഇപ്പോൾ ബിന്നി ആണെങ്കിൽ എന്താ കാണിക്കുന്നത്? സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. കമോൺ ബിന്നി, ഇറ്റ്സ് എ ഗെയിം. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ഡോക്ടറല്ലേ? ഗെയിമിനെ അതിൻ്റെ സ്പിരിറ്റിലെടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? നാണം കെട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച കപ്പ എന്നൊക്കെ ബിന്നി പറയുമ്പോൾ ബിന്നി ഡയറക്റ്റായിട്ട് അപമാനിക്കുന്നത് കേരള ജനതയാണ്. ബിന്നിക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. അക്സെപ്റ്റ് യുവർ ഫെയിലിയർ ആൻഡ് മൂവ് ഓൺ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം.